السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم صل وسلم وبارك على سيدنا محمد صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بيدي التي أدركنا يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما دالت القدم. وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القدم. വളരെയേറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ചവരിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും, നാം ഓരോരുത്തരും. എന്നാൽ നാം ആരും അതിനെ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നാം എണ്ണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനെ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്കാകില്ല. കാരണം എന്തേ? അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വല്ല നഷ്ടവും തന്നു. ഒരു കച്ചവടക്കാരന് അല്ലാഹു ഒരു നഷ്ടം നൽകുന്ന സമയത്ത് ആ നഷ്ടത്തെക്കുറിച്ച് ഇങ്ങനെ പാടി നടക്കും. അതിനു മുമ്പുണ്ടായ ലാഭങ്ങളെ കുറിച്ച് അവൻ പറയാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ വല്ല അസുഖം വരുന്ന സമയത്ത് കുടുംബക്കാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും ഇങ്ങനെ സങ്കടം പറയും. എന്നാൽ അതിനു മുമ്പ് ആരോഗ്യമുള്ള ജീവിതം അവൻ ജീവിച്ചു, അതിൽ അവൻ ശുക്ർ ചെയ്യുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത് നിഅമത്ത് ലഭിക്കുമ്പോൾ അതിൽ ശുക്ർ ചെയ്യുകയും പ്രയാസമുണ്ടാകുമ്പോൾ അത് ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് നാം അറിയുന്നത് അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. അല്ലാഹു നമുക്ക് കണ്ണു തന്നു, പക്ഷെ അതിൻ്റെ വില നാം മനസ്സിലാക്കുന്നില്ല. കാത് തന്നു, അതിൻ്റെ വില നാം മനസ്സിലാക്കുന്നില്ല. അത് നഷ്ടപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കും അതിൻ്റെ വില. അപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ടൊരു കാര്യവുമില്ല. ആ നിഅമത്തുള്ള സമയത്ത് ആ നിഅമത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നേരെ ജീവിക്കാൻ നാം തയ്യാറാകണം. ബഹുമാനപ്പെട്ട ഖാത്തമുൽ ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാരോട് പറയുന്നുണ്ട്, 4 നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതാണ്? അർബഅത്തുൻ, 4 നിഅമത്തുകൾ. ലാ യുറഫു ഖദ്റുഹു ഇല്ലാ അർബഅ. 4 നിഅമത്തുകളുടെ മഹത്വങ്ങള്, 4 നിഅമത്തുകളുടെ അളവുകള് അത് 4 വിഭാഗം ആൾക്കാരല്ലാതെ അറിയുന്നില്ല. ഏതാണ് ആ 4 നിഅമത്തുകള്? ആദ്യമായി കൊണ്ട് പറയുകയാണ്, ഖദ്റുശ് ശബാബ് ലാ യുറഫു ഖദ്റുഹു ഇല്ലാ സുയൂദ്. സഹോദരന്മാരെ, ആദ്യമായിട്ട് മഹാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാം എല്ലാവരും എത്തി നിൽക്കുന്ന യുവത്തെക്കുറിച്ചാണ്.
ലാ യുറഫു ഖദ്റുഹു, എന്നാൽ അതിൻ്റെ ഖദറ്, അതിൻ്റെ വണ്ണം എത്രയാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള സന്തോഷമുള്ള നിമിഷം ഏതാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ രക്തത്തുടിപ്പുള്ള സമയം ഏതാണെന്നറിയുമോ? സന്തോഷമുള്ള നിമിഷങ്ങൾ ഏതാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ യുവാവായി ജീവിക്കുന്ന കാലഘട്ടത്തില് അവനക്കുള്ള സുഖ സൗകര്യങ്ങള്, അവനക്കുള്ള സന്തോഷങ്ങള്, അവനക്കപ്പോയുള്ള ആരോഗ്യങ്ങള് അത് പിന്നീട് തിരിച്ചു ലഭിക്കൂല. അത്രത്തോളം ആരോഗ്യമുള്ള നിമിഷമാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ യുവത്വ കാലത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് അശുദ്ധി എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? കരുത്തുറ്റത്, കരുത്തുറ്റ കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നാഥൻ്റെ മാർഗത്തിൽ ജീവിച്ചു പോയേ പറ്റൂ. ഒരു പശു ഏറ്റവും കൂടുതൽ പാല് തരുന്നത് അതിൻ്റെ യുവത്വ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഒരു തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുന്നത് യുവത്വ കാലഘട്ടത്തിലാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ മഗ്‌രിബ് നിസ്കാരത്തിൽ ജമാഅത്തിനുണ്ടാകുന്നത് വൃദ്ധരാണ്. എന്താണ് ഇതിന് കാരണം? യുവത്വ കാലഘട്ടത്തിൽ ജമാഅത്ത് നിസ്കരിച്ച് അത് പതിവാക്കി പോന്നാൽ അവൻ മരിക്കുമ്പോഴും അതുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഏത് ശീലമാണോ അവൻ പതിവാക്കിയത് ആ ശീലത്തിലായിരിക്കും അവൻ മരണപ്പെടുക എന്ന് കാണാം. ഇന്നാലില്ലാഹ്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ പല ഭൗതിക വിദ്യാഭ്യാസങ്ങളും നൽകുന്ന ഭൗതിക വിദ്യാഭ്യാസങ്ങളും നൽകുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ നാഥൻ്റെ മാർഗത്തിലല്ലാതെ വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുന്നു. നരകത്തിൻ്റെ കുണ്ടിലേക്ക് ചാടിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ആ സ്ഥാപനങ്ങളിൽ ഒരുക്കി കൊടുക്കുന്നു. നാം എത്തി നിൽക്കുന്ന യുവത്വ പ്രായം, ഈ പ്രായത്തിൽ ഒരുപാട് ആളുകൾ അതിനടിമപ്പെട്ട് പോകുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങ് ജീവിച്ചാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതാണ് ഒരു രാജാവുണ്ട്. ഏതാണ് ആ രാജാവ്? തെക്കിയൂനൂസ് എന്ന് പറയുന്ന രാജാവ്. ആ രാജാവ് തൻ്റെ നാട്ടുകാരായ ആളുകളോട് പറയുന്നു, നിങ്ങളെല്ലാം എന്നെ ആരാധിക്കൂ, എന്നെ റബ്ബാക്കൂ. അങ്ങനെ അതാ ആ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ ആ രാജാവിനങ്ങ് സുജൂദ് ചെയ്യുകയാണ്. രാജാവിൻ്റെ കൽപ്പന കേട്ടുകൊണ്ട് സുജൂദ് ചെയ്തു. എന്നാൽ ആ നാട്ടിലുള്ള യുവാക്കളെ അവരതിന് തയ്യാറായില്ല. അല്ലാഹുവിനെ ഓർത്തു അവർ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് സുജൂദ് ചെയ്യില്ല. അങ്ങനെ അവരതാ നാട് വിടുകയാണ്. നാട് വിട്ടൊരു വനത്തിൽ പോയി ജീവിക്കുകയാണ്. ഒരു ഗുഹയിലെത്തി അവർ രാത്രിയായപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം അതാ നേരം വഴിക്കാനിരിക്കുന്നു, സൂര്യൻ കുതിക്കാനിരിക്കുന്നു. അപ്പോഴതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ വരുന്നു, ഉദിക്കല്ല സൂര്യ, ദിശ മാറി സഞ്ചരിക്കൂ. അവരെൻ്റെ മാർഗത്തിൽ ജീവിച്ചവരാണ്. അവരുടെ ഉറക്കത്തെ നീ കെടുത്തല്ല. ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ്, ഒരൊറ്റ പ്രാവശ്യമാണ് സൂര്യൻ ദിശ മാറി സഞ്ചരിച്ചിട്ടുള്ളത്. അത് യുവാക്കൾക്ക് വേണ്ടി കൊണ്ടാണ്. കാരണമെന്ത്? അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ജീവിതം ചെലവഴിച്ചു. ഒരാളെയും പേടിച്ചില്ല. ആ യുവത്വ കാലഘട്ടത്തിൽ നാം അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. ദീന് നിഷേധിച്ചതിനെ നാം നിഷേധിച്ച് ജീവിക്കണം. ദീന് പറഞ്ഞതെന്തോ അതിനപ്പുറത്തേട്ട് പോകാൻ പറ്റൂല. ദീനിനെതിരെ ശബ്ദിക്കാൻ പറ്റൂല.
ദീനിൻ്റെ റൂട്ടില്, നാഥൻ്റെ റൂട്ടില് അതിൽ നാം ജീവിച്ചിങ്ങനെ പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമുമായ റബ്ബേ, ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ യുവത്വകാലത്തിൽ നിനക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല റഹ്മാനെ, നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. റഹ്മാനുർ റഹീമുമായ റബ്ബേ, യുവത്വകാലത്ത് നല്ല രീതിക്ക് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് കമിലായ ഈമാനോടുകൂടി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.